ഗൈസ് നമ്മൾ ചെയ്യുന്ന ഒരു ഫിഷ് ടാങ്കിൻ്റെ ഒരു പരിപാടിയാണ്. ഇത് നമുക്ക് ഫിഷ് ടാങ്ക് ഉണ്ടാക്കാനുള്ള സാഹചര്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഐസ് പെട്ടില്ല, വലിയ പഴയ ഫ്രിഡ്ജിൻ്റെ ഐസ് പെട്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. ഐസ് പെട്ടിയുടെ ആ ബോക്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളതിൽ ഇങ്ങനെ 6 ഫിലോപ്പിയാണ് ഗൈസ്. അപ്പോൾ ഒരു ഗ്ലാസും ഒരു ഐസ് പെട്ടിയും കാണാൻ എടുക്കാൻ. എന്നിട്ട് ഈ ഫിലോപ്പ് ഭയങ്കര ഹോട്ടലാണ് ഗൈസ്. ഇങ്ങോട്ട് വരും ഗൈസ്, ഇങ്ങോട്ടോ ക്യാമറമാൻ. നമ്മൾ ഒന്നിനെ പിടിച്ചിരിക്കുന്നു ഗൈസ്, വരുന്നില്ല. അടുത്തത് നമുക്ക് പിടിക്കാൻ വേണം ഗൈസ്, ഡെക്കറേഷനൊക്കെ ചെയ്യണം. ഒന്നില്ല ഗൈസ്. ഗൈസ് നമ്മൾ പ്ലാന്റിംഗ് ഡെക്കറേഷൻ ആയിരിക്കും ചെയ്യുന്നത്. ഒന്ന് കയറി ഗൈസ്, രണ്ടെണ്ണം കയറി കല്ലും എടുത്ത് കളയണം, അല്ലെങ്കിൽ ഉമ്മാര് പ്രശ്നം. ഒന്നും കൂടി പിടിച്ചു. കിട്ടിയോ എന്നെ? അപ്പം അവനെ എടുത്തു ഗൈസ്. അങ്ങനെ ഇവനെയും കൂടി എടുക്കാനുള്ള ശ്രമത്തിലാണ് എടുത്തിരിക്കുന്നു ഗൈസ്. അങ്ങനെ അവനെ എടുത്തു ഗൈസ്. സമാധാനം ചെയ്തിപ്പോഴാ 4 കാണുമല്ലേ? നമ്മൾ ആ വലയാണ്, അത് കാണാനില്ല ഗൈസ്. അതാണ് വലയോ? ഒരു വല ഉണ്ടല്ലോ മീൻ പിടിക്കുന്ന, പണ്ട് നമ്മൾ ഗൾഫിൽ വെച്ചോണ്ടിരുന്നു. ഒരു ഗ്രീൻ കളർ. ഭയങ്കര ഓട്ടമാണ്. കിട്ടണില്ല. കിട്ടിയതായിരുന്നു, കിട്ടിയില്ല. നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യണം ഗൈസ്. ഡെക്കറേഷൻ ആണ് ഇതിനടുത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡെക്കറേഷൻ ആണ്. സിമ്പിൾ ആയിട്ടല്ല, ഡെക്കറേഷൻ ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചെടിയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ കുറച്ച് ഡെക്കറേഷൻ. ചെടിയൊക്കെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതാണ് പായൽ പൂപ്പലൊക്കെ ഉണ്ടല്ലോ. പായൽ പൂപ്പലുള്ള വീട്ടുകാർക്കൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. പായൽ പൂപ്പലൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഗൈസ്. ഭയങ്കര വെള്ളം മാറ്റി കൊടുക്കണം ഒരാഴ്ച ആവുമ്പോൾ ഗൈസ്. കണ്ടോ ഗൈസ്? ഞാനാണെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കഴിച്ചോണ്ടിരിക്കുകയാണ്. കേട്ടോ ബിസ്ക്കറ്റ്, ഹൈഡ് ആൻഡ് സീക്ക് അങ്ങനെ ഗൈസ്. അങ്ങനെ നമ്മളത് സെറ്റാക്കി. ഇനി അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഗൈസ്. നമുക്ക് ഇനി